16 ദിവസമായി അല്ലേ? ഇത് ശരിയായിട്ട് ഇപ്പം എന്തായി? കേസിന്റെ അവസ്ഥ ഇപ്പം എന്തായി? കേസ് പോലീസ് അന്വേഷണത്തിലാണ്. ഇന്നിപ്പോൾ 16 ദിവസമായി. നല്ല രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആരാ ഇതിന്റെ അന്വേഷണം? നിങ്ങൾക്ക് അന്വേഷണം വിശ്വാസമുണ്ടോ? ശരിയായിട്ട് ഇതിന്റെ കൂടെയുള്ള ആളെന്ന നിലയിൽ അന്വേഷണത്തിന് വിശ്വാസമാണ്. അവർക്ക് ഇപ്പം എനിക്കല്ല വിശ്വസിക്കേണ്ടത്, അച്ഛനും അമ്മയ്ക്കാണ്. നമുക്കതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളെ പറ്റി ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. കൂടെ നിന്ന് അവർക്ക് ഒരു ഹെൽപ്പായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അവരൊരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഒരു പെൺകുട്ടിയാണ് എന്നുള്ളൊരു ഉദ്ദേശം. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത്, കേസ് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെയൊക്കെ മൊഴി എടുത്തിട്ടുണ്ട്, അന്വേഷിക്കാൻ മനസ്സിലാകുന്നത് നല്ല രീതിയിലുള്ളൊരു ഫോളോ അപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3 കേസായിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഒന്ന് മരണം, ഒന്ന് പോക്സോ കേസ്, 2 സെയിം CI ആയിട്ടാണ്. CI നല്ല രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇനിയുള്ള അന്വേഷണം എങ്ങനെയെന്ന് അറിയത്തില്ല. കാര്യം CI 30-ാം തീയതി എങ്ങാണ്ടോ, ഇന്നോ നാളെ എങ്ങാണ്ടോ പോകുമെന്ന് പറയുന്നുണ്ട്. ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന ആളാണ്. ഇനി അടുത്ത് വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏത് ലെവലിലേക്കാണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. 2 തവണ ഈ പറയുന്ന ബിനോയ് എന്ന് പറയുന്ന പയ്യനെ കസ്റ്റഡിയിൽ വാങ്ങി ഇത് ചെയ്യുകയും ചെയ്തു. അന്വേഷണത്തിന് വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു, വീട്ടിലും കൊണ്ടുവന്നിട്ടുണ്ട്. ശരിയായിട്ട് നമ്മളിപ്പം ഈ ഒരു അച്ഛൻ, മകള് മരിച്ച ഒരു അച്ഛൻ ആ കുടുംബത്തിനെതിരെ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഇവരോട് എന്തോ പറയാനുള്ളത്? നമ്മൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ്, നമുക്ക് പെങ്ങളുണ്ട്, അമ്മയുണ്ട്. ഒരു മകൾ മരിച്ചാൽ ആ അച്ഛൻ്റെ ഒരു ദുഃഖം എന്ത് മാത്രമാണ്. അപ്പൊ ആ ദുഃഖം ഈ സമയത്ത് അവർ കല്ലെറിയുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ? അങ്ങനെയല്ല, ഓരോരുത്തരുടെയും മാനസികാവസ്ഥ പലതാണ്, ചിന്തിക്കുന്ന രീതി പലതാണ്. പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. 18 വയസ്സിന് മുമ്പ് നടക്കുന്ന ഒരു കേസ് പോക്സോ ആണെന്നുള്ളത് ഈ നാടിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് പുറമെ അതിനെ തന്നെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനെ തന്നെ വേറെ രീതിയിൽ എന്ന് വെച്ചാൽ 18 വയസ്സായ പെൺകുട്ടിയുടെ നിയമം എന്ന് പറയുന്നത് അതൊരു വാസ്തവമാണ്. ചിലപ്പോൾ അതിൽ പറയുന്നത് പെൺകുട്ടി തെറ്റ് ചെയ്തു, പെൺകുട്ടി അറിഞ്ഞിട്ടല്ലേ ചെയ്തു, അങ്ങനെ അങ്ങനെയുള്ള കമൻസാണ് കൂടുതലും വരുന്നത്. സോഷ്യൽ ബുള്ളിങ് ഉണ്ട്, അവിടെ അത് ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറയാം, ഒരാൾക്ക് 17 വയസ്സ്, ഒരാൾക്ക് 22 വയസ്സ്. ആരാണ് ശരിയായിട്ട് പക്വത കാണിക്കേണ്ടത്? ശരിയായിട്ട് 2 വയസ്സിലുള്ള ആൾ തന്നെയാണ് പക്വത കാണിക്കേണ്ടത്. പക്ഷേ എന്ന് വെച്ചിട്ട് പെൺകുട്ടി 18-17 വയസ്സായ പെൺകുട്ടിക്ക് 21 വയസ്സായ ഒരു മെച്യൂരിറ്റി ഉള്ളൊരു കുട്ടിയാണ്. അവളും പക്വത കാണിക്കണമായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. അവളുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ നിയമം വരുമ്പോൾ അത് വേറൊരു ഇതാണ്. പിന്നെ ഇത് ചെയ്ത തെറ്റ് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത മറ്റു ആൾക്കാരെ യൂസ് ചെയ്തുകൊണ്ട് ഇതിന് പുറമേ നടന്ന പല ബുദ്ധിമുട്ടുകളുണ്ട്. പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന അമ്മ പറയുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അമ്മയ്ക്കാണ് കൂടുതൽ കാര്യങ്ങളെപ്പറ്റി അറിയുന്നത്. അപ്പം അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. കാര്യം അവൻ പ്ലാൻ ചെയ്തതാണോ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നുള്ളത് ഇപ്പോഴും. ഈ പെണ്ണിനെ ഇവിടെ മ്യൂസിയത്തിലേക്ക് അവൻ വിളിച്ചിട്ട് വേറൊരു പെൺകുട്ടിയുമായിട്ട് നടക്കുന്നതായിട്ട് അവൻ കാണിച്ചു കൊടുത്തത് മനഃപൂർവ്വം അവൻ കാണിച്ചു കൊടുത്തതാണോ? ഇവിടെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുത്തതാണോ? പോയ സമയത്ത് കണ്ടു എന്നുള്ളതാണ്. അത് അവിചാരിതമായിട്ട് കണ്ടതാണോ? അവിചാരിതമായി കണ്ടെന്നാണ് അനിയൻ പറയുന്നത്. അനിയനായിരുന്നു അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇത് അറിയുന്നത്. അനിയനായിരുന്നു പറഞ്ഞത്. അനിയന്റെ മൊഴിയിൽ നിന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇതുപോലെ അവിടെ ഇത് ചെയ്ത സമയത്ത്, അവിടെ മ്യൂസിയത്തിൽ പോയ സമയത്ത് ഈ സാധനം കണ്ടു എന്നുള്ളത് അനിയനാണ് പറയുന്നത്. അപ്പം ഇതിന് എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഈ ഇവിടെ അമ്മയ്ക്ക് കാണണമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു വഴക്കുണ്ടാക്കി എന്ന് പറയുന്നു. അതും പറയുന്നുണ്ട്. അത് ശരി, അമ്മയ്ക്ക് കാണാൻ വേണ്ടി വിളിച്ചു വരുത്തിയാൽ പിന്നെ ഒരു വഴക്കുണ്ടാക്കേണ്ട. അനിയനൊക്കെ ആയിട്ട് ചേർന്ന് വഴക്കല്ല, അത് വേറൊരു ലെവലിലേക്കൊക്കെയാണ് പോയിരിക്കുന്നത് അന്വേഷണം. അനിയൻ അത് മാത്രമേ അറിയുള്ളൂ, വഴക്കായിട്ട് മാത്രമേ. അമ്മയ്ക്കാണ് കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയുന്നത്. അമ്മയ്ക്ക് അതിലൊക്കെ ഒരുപാട് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ പെൺകുട്ടി അനുഭവിച്ചു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. 2 മാസത്തോളം പെൺകുട്ടി സൈക്യാട്രിക്കിൻ്റെ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ മെഡിസിൻ കഴിച്ച് വീട്ടിനകത്ത് നമുക്ക് നമ്മൾ ഈ വീട് വന്ന് കാണുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു 2 മാസത്തോളം ആഹാരം കഴിക്കുന്നില്ലായിരുന്നു. ഒരു അമ്മ പറഞ്ഞത് ചോക്ലേറ്റും ഒരു കോളയും മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ആ മുറിക്കകത്ത് കാണുമ്പോൾ അറിയാം, ചോക്ലേറ്റിൻ്റെ കവറും അത് മാത്രമേ ഉണ്ടായിരുന്നു, കോളയുടെ കുപ്പിയും ഉണ്ടായിരുന്നു. ഇതാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. 2 മാസത്തോളം പുള്ളിക്കാരത്തി ഡിപ്രഷനിലായിരുന്നു എന്നുള്ളതാണ്. ഭയങ്കര കാര്യം. മരിക്കുന്നതിൻ്റെ ഹാങ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസത്തേക്ക് സൈക്കാട്രിക് ഡോക്ടറെ കാണാൻ വേണ്ടി പോകണം
എന്ന് അവൾ തന്നെ പറഞ്ഞ് അവൾക്ക് സഹിക്കുന്നില്ല, താങ്ങുന്നില്ല എന്ന് അമ്മയോട് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അമ്മ അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു. അപ്പം അമ്മ പറയുന്നത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലായിരുന്നു. അപ്പൊ ശരിയായിട്ട് ഈ ഒരു 2 മാസം ആയല്ലോ ബ്രേക്കപ്പ് ആയിട്ട്, അതിനുശേഷം ഈ 2 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഇത്രയും വിഷമം വരാൻ കാരണം ഇത് പിന്നെ മനസ്സിൽ കിടന്നങ്ങനെ തിളച്ചു കാണും ഇതല്ലേ? ഇത് അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. കാര്യം ഇവർക്ക് മാത്രം അറിയുന്ന പല കാര്യങ്ങളുണ്ട്. അമ്മയ്ക്കും മോക്കും മാത്രം അറിയുന്ന പല കാര്യങ്ങളുണ്ട്. അമ്മയും മകളും മാത്രം അറിയുന്നത്. അതിൽ അവരെന്നോട് ഞാൻ ഇതിനെപ്പറ്റി അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് പുള്ളി പയ്യൻ ഈ പറയുന്ന ബിനോയ് എന്ന് പറയുന്ന ആള് ഭയങ്കരമായിട്ടും അവരെ ഇത് ചെയ്തുകൊണ്ടിരുന്നു, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് കാരണം അച്ഛന് പോലും പല കാര്യങ്ങളും അറിയില്ല. അതാണ് വാസ്തവം. അച്ഛൻ അന്ന് ചോദിക്കുമ്പോഴും അച്ഛനൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥ നിൽക്കുകയാണ്. അറിയില്ല. അച്ഛനും പിന്നെയും കുറച്ച് ആങ്ങളൊക്കെ അറിയാം, സഹോദരൻ അറിയാം, ഇവിടെ മാനസിക വിഷമങ്ങൾ അറിയാം കുറച്ച്. ചില അവനുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും അവള് ഈ അവസാന നിമിഷം ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അനിയനും കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ പല വീഡിയോസ് എടുത്തു കൊടുക്കുന്നതിലായാലും ഈ പയ്യന്റെ കൂടെ ആയിരുന്നാലും അനിയനെ കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അമ്മയ്ക്ക് മാത്രമാണ്. പക്ഷെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ പുറത്ത് പറയുന്നതിനോടുള്ള ബുദ്ധിമുട്ട്, ഈ നിയമത്തിൻ്റെതായിട്ടുള്ള കേസും നടക്കുന്നത് കാരണം അതിന് ബാധിക്കാതിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. സാധാരണ ഒരു മരണം നടക്കുമ്പോൾ ഇപ്പം വിസ്മയുടെ ആയാലും അല്ലെ ഉത്തരയുടെ ആയാലും കേസുകളിലൊക്കെ ജനങ്ങൾ മുഴുവൻ ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ട്. ഇവിടെ ഇത് ശരിയായിട്ടും ഒരു PR വർക്ക് പോലെ ഈ പയ്യൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇത്രമാത്രം ആൾക്കാർ നമ്മളിടുന്ന ഒരു വീഡിയോസിനടിയിൽ നമ്മളെ തെറി വിളിച്ച് നമ്മളെ കൊണ്ട് ഇതിനകത്തൊന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു രീതി, അതാ പറഞ്ഞു. ഈ ഒരു സോഷ്യൽ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സാധനം പുറമേ വന്നത് ഞങ്ങൾക്ക് ഒരു തോന്നലനുസരിച്ച് ആ പയ്യന്റെ ഭാഗത്തുനിന്ന് വന്നതാവാനാണ് ചാൻസ്. കാര്യം എന്ത് പറയാനാ, ഈ പല കമൻസുകളിലും കാണുന്ന രീതി അതാണ്. പലർക്കും ബോധമില്ല എന്നുള്ളതാണ്. ഈ നിയമത്തിനെ പറ്റി അറിയാത്തത് കൊണ്ടാണോ ഇവരിങ്ങനെ സംസാരിക്കുന്നത്? അത് ചോദിക്കുന്നത് എങ്ങനെയാണ്, പെൺകുട്ടി തെറ്റുകാരി അല്ലേ എന്ന് ചോദിക്കുന്നത്. ശരിയാണ്, പെൺകുട്ടി തെറ്റുകാരി ആയിരിക്കാം. പക്ഷെ നിയമം എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് വരുമ്പോൾ 18-17 വയസ്സിന് മുമ്പ് ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പുറത്തു വരുമ്പോൾ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? 18 വയസ്സ് കഴിഞ്ഞാൽ വിവാഹം പോലും കഴിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടിലും പെൺപിള്ളേരുള്ള പെൺകുട്ടികളുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അത് തെറ്റ് തന്നെയാണ്. ഇപ്പൊ ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അതെ, പക്ഷെ ഇതിന് മാത്രം ഒരു മരണം നടന്നിരിക്കുന്നു, എല്ലാ നഷ്ടവും അവരാണ് സഹിക്കേണ്ടി വന്നത്. ഇപ്പം ഇപ്പൊ ചോദിക്കുന്ന ബിനോയിയെ കൂടെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം വരുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നത്. പക്ഷെ ബിനോയിയെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല, ഇതിന്റെ പുറമിൽ ഈ ബിനോയ് മാത്രമല്ല എന്നുള്ളതാണ് ഈ വീട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിച്ചത്. ആദിത്യയുടെ ഒരു ഫ്രണ്ട് തന്നെ 1 മാസത്തിനോ 1.5 മാസത്തിനോ മുമ്പ് എന്തോ ആത്മഹത്യ ചെയ്തു അവിടെ തന്നെ. ശരി, അതും തൂങ്ങി മരണമാണ്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ അവരൊന്നും ചിലപ്പോൾ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അപ്പം ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പല ആൾക്കാർ വഴി ആ കുട്ടിയുടെ ഫോട്ടോയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര അവളും അതിലും ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഈ കൂട്ടുകാരി മരിച്ചതിന്റെ ഒരു ഡിപ്രഷനിലുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ അമ്മ പറഞ്ഞുള്ള അറിവാണ്, നമ്മളിവിടെ വന്നപ്പോൾ കണ്ടതും മനസ്സിലായതുമാണ്. ശരിയായിട്ട് ഇവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന വരുമാനമല്ലേ? മാത്രമേ ഉള്ളൂ. ഈ ഓട്ടോ പുള്ളിക്കാരൻ്റെ ആണ്. ഇപ്പൊ പെൺകുട്ടിയുടെ അച്ഛൻ്റെയാണ്. പുള്ളി ഓട്ടോ ഓടിയാണ് ജീവിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇവരെങ്ങനെ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ നല്ലതാണ്, വാടക വീടാണ്. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടായിരുന്നോ, അതോ ഇതിങ്ങനെ സന്തോഷം മാത്രമേ ഉള്ളായിരുന്നോ? വരുമാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ഏറ്റവും അവസാനം 30,000 രൂപയ്ക്ക് അടുപ്പിച്ച് വന്നു എന്നുള്ളതും പറയുന്നുണ്ട്. പക്ഷെ ആ അച്ഛനോടും അമ്മയോടും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കിപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ മകളുടെ പേരിൽ അക്കൗണ്ട് ഇല്ല, അവൻ്റെ പേരിലാണ്. ബിനോയ് എന്ന് പറയുന്ന പയ്യൻ്റെ പേരിലായിരുന്നു അക്കൗണ്ട്. അപ്പോൾ അവൻ്റെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വരുന്നത്. പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മളും സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാരാണ്. അപ്പം ഒരു പ്രൊമോഷൻ ചെയ്താൽ എത്ര രൂപ വരുമാനം വരുമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതയില്ല. സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇവരുടെ കാര്യങ്ങളിൽ ഒരുപാട് പേര് മറ്റു ചില ആൾക്കാരുടെ ബന്ധങ്ങൾ ഇതിനകത്തുണ്ട്. പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം എന്നാ ഈ മോളെ കാണുന്നത്? ഞാൻ ഒത്തിരി നാളായി കണ്ടിട്ടുണ്ട്. ഞാൻ ആളിനെ കണ്ടിട്ട് ഒത്തിരി നാളായി. പിന്നെ നേരിട്ട് കാണക്കം കുറവായിരുന്നു. ഇവിടെ അമ്പലത്തിന്റെ ഉത്സവത്തിന് മാത്രമാണ് കണ്ടത്. അതിനുശേഷം കണ്ടിട്ടില്ല. എങ്ങനെ ഇവരുമായിട്ടുള്ള ബന്ധം എങ്ങനെ? റിലേഷൻ ഉണ്ടോ അതോ ഫ്രണ്ട്? എന്റെ വൈഫിന്റെ അനിയത്തിയാണ്. അവളുടെ അമ്മയുടെ ചേട്ടനാണ് പെൺകുട്ടിയുടെ അച്ഛൻ. ഞാനിപ്പോൾ റീസെൻ്റ്ലി 8 മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ എനിക്ക് അതിനുശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ എന്ത് തന്നെ ആയാലും ഒരു പെൺകുട്ടിയാണല്ലോ. അമ്മയ്ക്കും മക്കൾക്കും
അപ്പോൾ പിന്നെയും ചോദിക്കുന്നുണ്ട്, അമ്മയും അച്ഛനും ഇത്രയും നാൾ അറിഞ്ഞില്ലായിരുന്നോ, അല്ലെങ്കിൽ അഴിച്ചു വിട്ടിട്ട് ഇപ്പം കാശ് കിട്ടാതായ സമയത്താണോ ഇങ്ങനെയൊക്കെ അവൻ്റെ പേരിൽ കുറ്റം ചേർത്തുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തിനൊക്കെ ഉള്ളൊരു ഉത്തരം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ടായിരുന്ന എത്ര നേരം അടക്കിയിരുത്താൻ പറ്റും? ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് 16 ദിവസമായി അവരുടെ മനസ്സിന്റെ വേദന അത് ഉൾക്കൊള്ളാൻ ഒരു മലയാളിക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് സാക്ഷരതയുടെ കാര്യത്തെ അഭിമാനിക്കുന്നത്? ശരിയായിട്ടും അവരെ ഇപ്പോഴെങ്കിലും നോവിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ല. ശരിയായിട്ട് ഇതിനകത്ത് പോലീസുണ്ട്, നിയമമുണ്ട്, അത് നിയമപരമായിട്ട് അവന് കിട്ടേണ്ടത് കിട്ടട്ടെ. എൻ്റെ കൈക്ക് 5 പേരിലും 5 രീതിയും 5 സ്വഭാവമാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ വരണമെന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. പലരും പലതും പറയും. പക്ഷെ നമ്മൾ ഇപ്പോഴും നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആ നിയമം മാത്രമാണ്. നിയമം മുമ്പോട്ട് പറയുന്ന കാര്യങ്ങളിലേക്ക് എന്താണോ, ചിലപ്പോൾ പയ്യൻ തെറ്റുകാരനായിരിക്കുമെന്ന് വരും, ചിലപ്പോൾ തെറ്റുകാരനല്ല എന്ന് പറയും. അത് നിയമമാണ്, അത് അവർ തീരുമാനിക്കും. നമ്മൾ അതിനൊരു ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതിനെ ചിത്രീകരിക്കേണ്ട കാര്യം നമുക്കില്ല. അത് ചിലപ്പോൾ ശരിയും തെറ്റും അവർക്ക് ഇടയിൽ വരാം. അനുഭവിക്കുന്ന പറഞ്ഞാൽ പല കമൻസുകളും വായിക്കുമ്പോൾ അവർക്ക് ഈ വീട്ടിൽ അടുത്തൊരു മരണം കൂടെ ഉണ്ടാക്കാതിരുന്നാൽ അമ്മയും ഡിപ്രഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസാക്ഷി അവരോട് കാണിക്കണമോ? പറയാനുള്ളൊരു കാര്യം, ആ ഒരു മനസാക്ഷി കാണിക്കുക. കാര്യം പോയവർ പോയി, ആ പയ്യൻ്റെ പേരിലായിരുന്നാലും ഇനി ആ ഒരു ഇത് വേണ്ട. അവളും ഒരിക്കലും ആ പയ്യനെ ഇതാവണമെന്നും പറഞ്ഞിട്ടല്ലോ. അല്ല, അവളെ അങ്ങനെ വേണേൽ എഴുതി വെക്കായിരുന്നു, അവളെ ചതിക്കാനായിരുന്നെങ്കിൽ. അവൾ അങ്ങനെ എഴുതി വെക്കാതെ അമ്മയോടും അച്ഛനോടും അമ്മയോട് മാത്രം കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ അവളുടെ ആ ഒരു വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ആ എഴുതി വെച്ച വാക്കിൽ നിന്ന് ബിനോയിയോട് സന്തോഷമായിരിക്കണം എന്ന് എഴുതി വെക്കണമെങ്കിൽ ആ മനസ്സിനകത്ത് എത്രമാത്രം സ്നേഹം അവനോടുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടതാണ്. അതെ. അപ്പോൾ അവളെ അങ്ങനെ കല്ലെറിയാൻ പാടില്ല. അത് ശരിയായിട്ടും കല്ലെറിയുന്നതിനല്ല എന്ന് വെച്ചാൽ ഈ പറയുന്ന സോഷ്യൽ ബുള്ളിങ് നിർത്തുക. കാര്യം എത്ര പേരായി ഇതുപോലെ. പിന്നെ എനിക്കൊരു വേറൊരു കാര്യം പറയാനുള്ളത്, 18 വയസ്സാവുന്നതിന് മുമ്പ് രക്ഷകർത്താക്കളുടെ ഒരു സമ്മതം ഇല്ലാതെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാര്യം നമുക്ക് അറിവില്ലാത്ത സമയത്ത് ഒരുപാട് കാശുകൾ കയ്യിൽ വരുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അത് ഫലപ്രദമായി ചിലവാക്കണമെന്ന് ആർക്കും അറിയില്ല. അവരുടെ ലൈഫ് സ്റ്റൈലിൽ അവരതൊരുപാട് മാറ്റം വരുത്തുന്നുണ്ട്. സാധാരണക്കാരനായ ഒരു അച്ഛനും അമ്മയ്ക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിനപ്പുറമായിരിക്കും മക്കളുടെ രീതി. അത് മാത്രമല്ല, അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ പലതാണ്. ഇപ്പോൾ കണ്ടില്ലേ, 17 വയസ്സിന് മുമ്പേ നമ്മളും പറയുന്നതാണ്, അച്ഛനും അമ്മയും വിട്ടിട്ടല്ലേ എന്ന് നമുക്ക് ചോദിക്കാനേ പറ്റൂ. പക്ഷെ അമ്മയും പോകുന്നുണ്ട്, അച്ഛനും ജോലിക്ക് പോകുന്നുണ്ട്. ആ 2 പേരും പോയി, അനിയൻ സ്കൂളിലും പോകുന്നുണ്ട്, മോൾ ഇതുമാതിരി സ്കൂളിൽ പോകുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ റീൽസ് എടുക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും അമ്മയും അച്ഛനങ്ങ് പോകും. അപ്പം അവരെയും ജോലിക്കാരിയായിട്ട് കണ്ട് ആ ഒരു രീതിയിൽ പോകും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു ബാക്കി നടന്ന് ചിന്തിക്കാൻ അവർക്കും സമയമില്ല. ഒന്നാമത്തെ കാര്യം, എങ്കിൽ പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഇതുണ്ടാവില്ലല്ലോ. ഈ പഠിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. ഇത് അവസാനമാണോ അതോ നേരത്തെ തൊട്ടേ എങ്ങനെയായിരുന്നു കുഞ്ഞിനെ? അവിടെ ഇടയിൽ ആദ്യമൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഭയങ്കരമായിട്ട് എൻ്റെ അറിവിൽ നല്ല രീതിയിൽ കാര്യം എൻ്റെ വൈഫിൻ്റെ വീട്ടിലായിരുന്നു കൂടുതൽ കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയമൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്ന വ്യക്തിയായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഈ ബന്ധങ്ങളുമാണ് ഇത് വളരെ നല്ല രീതിയിൽ എന്താ പറയാനൊരു ഭാവിയുള്ളൊരു കുട്ടിയായിരുന്നു എല്ലാ രീതിയിലും. ഇവിടെ ഭജനാ സംഘത്തിലായിരുന്നാലും ഈ പറയുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്ന രീതിയിൽ അവർക്ക് കാശ് കിട്ടാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ എന്നുള്ള എൻ്റെ വിചാരം. പക്ഷെ അല്ലാത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിൻ്റെ ഭജനാ സംഘത്തിലൊക്കെ പെൺകുട്ടി ഉണ്ടായിരുന്നു, ആക്റ്റീവായിരുന്നു. തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഭജനാ സംഘം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. പിന്നെ ഈ ക്ഷേത്രത്തിലെ വിൽപ്പാട്ട് അത് പഠിക്കുന്നുണ്ട്. അപ്പം ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള അത്രയും ഡിപ്രഷനിലായിരുന്നു ആള്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. ഞാൻ 7 ദിവസം ഇവിടെ കൂടുതൽ അറിയുന്നത് ഇവിടെ ഹാങ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ കൂടെ ഹോസ്പിറ്റലൊക്കെ നിന്ന് ഞാൻ. അപ്പം അതിനുശേഷമാണ് എനിക്ക് ഇതുവരെ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നുള്ളൂ. അന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു മോള്? ഒരിക്കലും ഇല്ല. ഇവിടുന്ന് പോയപ്പോഴേ കോമയിലായിരുന്നു. 80% ചാൻസ് ഉണ്ടായിരുന്നു. 80% ബ്രെയിൻ ഡെത്ത് അല്ല, ബ്രെയിൻ ഡെത്ത് ആയിട്ടില്ല, ബ്രെയിൻ ഫെയിലിയർ ആയിരുന്നു. ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്താതെ വന്ന് പ്രശ്നമായതാണ്. 7 ദിവസം വരെയും അത് തന്നെയായിരുന്നു സ്റ്റേജ്. അവസാനം ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞത് ഈ കുട്ടിയെ ഇങ്ങനെ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാണ്ടായത് എങ്ങനെയെങ്കിലും ഒന്ന്
ഇതായി കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ളതായിരുന്നു ഞങ്ങളോടും പറയാം. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു. കാര്യം അവിടെ കണ്ടീഷൻ അവസാനം വളരെ പൈശാചികമായിരുന്നു. നല്ല വേദന അനുഭവിച്ചു അല്ലേ? അത് കാരണം ഇതിനകത്ത് ഒത്തിരി ഇത്രയും സാമ്പത്തിക ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സ നല്ല സാമ്പത്തിക അദ്ദേഹത്തിന് ചിലവായിട്ടില്ലേ? ഇതൊക്കെ ഈ ഓട്ടോ കൊണ്ട് ഓടിച്ച് എന്ന് ഈ കടവൊക്കെ ഈ ഭജനാ സംഘത്തിലൊക്കെ പറഞ്ഞ് ഇടപെടുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ആൾക്കാർക്കെല്ലാം കുറച്ച് താല്പര്യവും ഉള്ള ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം അവളോട് ഭയങ്കര കാര്യമായിരുന്നു. നാട്ടുകാർക്കെല്ലാം ഭയങ്കര കാര്യം. ഇത് അവരുടെ സ്വന്തം അവളുടെ അച്ഛൻ്റെ നാടാണ്. ശരി. ഇവിടെ വന്ന് വാടകയ്ക്ക് പറഞ്ഞ തന്നെ രണ്ടാമത് വന്ന ചാനലുകാർ ചേർത്ത സമയത്ത് വരുന്ന വാർത്ത. അപ്പോൾ അതിൽ തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമില്ലാതെ അച്ഛൻ പറയുന്നത് കള്ളത്തരല്ലേ, അച്ഛനെ മറ്റേ ഇതിന് ബ്രെയിൻ മാപ്പിംഗ് നടത്തണമെന്നൊക്കെ പറയുന്ന അതൊക്കെ കൊണ്ടാണ് സംഭവം. പുള്ളിക്കും എന്ത് പറയണം ഏത് പറയണമെന്നുള്ളത് അറിയില്ല. പറയുന്ന എന്തെങ്കിലും തെറ്റിപ്പോവോ, പറഞ്ഞാൽ അത് ന്യൂസ് ഒന്നും ആയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വിളിച്ചിട്ട് ആരോ എന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്, അശ്വിനെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനൊരു മരണം പറഞ്ഞിട്ട് അത് സോഷ്യൽ മീഡിയ ബുള്ളിങ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ കിട്ടും, ഇങ്ങനെയല്ല കേസ്. അതിനിടയ്ക്ക് ഇവിടെ വാർത്താ ചാനലുകാരായി ബഹളമായി ഭയങ്കര സംഭവം. ഇത് പിന്നീട് അറിഞ്ഞത് അവൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് ഈ സാധനം പോയത്. അവരും എസ്കേപ്പ് ആവാമല്ലോ. സോഷ്യൽ മറ്റേതിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ വിട്ടാൽ മതിയല്ലോ. അല്ല, ബുള്ളിങ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവനും ബുള്ളിങ് കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മാറാമല്ലോ. ഇതിന്റെ പുറകിലുള്ളായിരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. 17 വയസ്സാവുന്നതിന് മുമ്പേ കൊണ്ടുപോയി ലോഡ്ജൊന്നും അല്ല ഇത്, ലോഡ്ജിലൊന്നും. അതൊക്കെ ഒരു ദിവസത്തെ പാർട്ടി അങ്ങനെ നടന്നിട്ടുള്ളൂ. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം അവന്റെ വീട്ടിൽ തന്നെയാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. ഇത് 1-2 തവണ അവൻ വന്നു പോയിട്ടുള്ളതിന് ഒരുപാട് തെളിവ് അവൻ തന്നെ. അതുകൊണ്ടാണ് അവൻ ഇവിടെ 3 മണിക്കൂർ വെയിറ്റ്. കാര്യം തെളിവെടുക്കാൻ കൊണ്ടുവന്നിട്ട് ആ മുറിക്കകത്ത്, ഒരു ചെറിയൊരു മുറിക്കകത്ത് 3 മണിക്കൂർ തെളിവെടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആരും അവനെ കണ്ടിട്ടില്ല. നമ്മൾ ജസ്റ്റ് പാസിൽ അവനെ കൊണ്ടാണ് അകത്ത് പോകുന്നതുകൊണ്ട് അതുപോലെ തിരിച്ചു കൊണ്ട്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയത്തില്ല പുള്ളിക്കാരന്. ഇവിടെ മോള് പറയുന്നത് മാത്രമാണ് അവൾക്കറിയുന്നത്. പിന്നെ ഈ 17 വയസ്സിൽ 16 വയസ്സിൽ കൊണ്ടുവന്ന് അബോർഷൻ ചെയ്യിപ്പിക്കുക എന്ന് വരെ പറയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാകുന്നത്. പെൺകുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ബ്ലീഡിങ് ആയിരുന്നു. അപ്പോഴും ഞങ്ങൾക്കാർക്കും അറിയത്തില്ല ഇങ്ങനൊരു സംഭവം നടന്നെന്നുള്ള. ഞാനും പുള്ളിക്കാരനാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ബ്ലീഡിങ്. അപ്പോൾ ഡോക്ടർ കിടക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ചിലപ്പം പീരീഡ്സ് ആയതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെയാണ് അന്ന് മരിച്ചതിന് ശേഷം രാത്രി ഇവിടെ വരുമ്പോഴാണ് അവൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു, അബോർഷൻ ചെയ്തിട്ടുണ്ട്, ഗുളിക വാങ്ങിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ടാറ്റൂ സെൻറ്ററിൽ നിന്നാണെന്ന് പറയുന്നു. അവരാണിത് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നു. അങ്ങനെയാണ് ഇത് കേസ് കൊടുക്കണം, ഇതിൻ്റെ രീതി വേറെയാണ് എന്നുള്ളത്. അപ്പം പിന്നെ അത് രീതി മാറി, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലായത് അപ്പോഴാണ്. അതിനുശേഷം കേസ് കൊടുക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്തത് അതിന് ശേഷമാണ്. കാര്യം ഒരു തവണ അവൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ അമ്മ പേടിച്ചു, അച്ഛൻ അറിഞ്ഞില്ല. അപ്പോൾ അത് അവൻ മാക്സിമം മുതലാക്കി. മരിച്ചതിന് ശേഷമാണ് അച്ഛനോട് പറയുന്നത് മോള് പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളത്. ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ അമ്മാതിരി ബ്ലീഡിങ് ആയിരുന്നു. അങ്ങോട്ട് വിളിച്ചു, അനിയൻ വിളിച്ച് ചീത്തവിളിയായി. ആ ചീത്ത വിളിച്ചതിൻ്റെ ശേഷമാണ് ഇവിടെ മരിച്ചപ്പം ഇവനോട് ആരോ പറഞ്ഞ് നിനക്കെതിരെ കേസാവും, അങ്ങനെ നീ അവനോട് സോറി പറയാമെന്ന് അവൻ്റെ ആരോ വിളിച്ച് ഇവൻ്റെ അടുത്ത് സോറി, അങ്ങോട്ട് സോറി പറയിപ്പിച്ചത്. ശരിയായിട്ട് ഈ നമ്മൾ ഹാങ് ചെയ്തു 7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അന്നേരം സമയത്ത് ഇവർ അനിയനെ വിളിച്ചോ എങ്ങനെ ഇരിക്കുന്നതാ എന്ന് ചോദിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ അവരതുവരെയും പ്രതീക്ഷ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. വിളിക്കുമെന്നോ അല്ലെങ്കിൽ വരുമെന്നുള്ള പ്രതീക്ഷ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചു, ഇപ്പോൾ മരിച്ച് 2ാമത്തെ ദിവസമാണ് ഇതിനെപ്പറ്റി പറയുന്നത്, ഇതെന്ത് നിങ്ങൾ ഞങ്ങളോട് പറയാം. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടൊരു വിഷമം കാര്യം ഞങ്ങൾ 7 ദിവസം നിന്നിട്ടേ. ഇപ്പോൾ ചേട്ടൻ എൻ്റെ ഒരു ആവശ്യത്തിന് നിൽക്കുകയാണ്. 7 ദിവസം ചേട്ടൻ ഞാനിങ്ങനെ നടക്കുന്ന അവസ്ഥയിൽ എനിക്ക് പറ്റിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടുകാർ ചേട്ടനോട് പറയാതെ ചേട്ടനോട് കാണിക്കുന്ന തെറ്റല്ലേ. അത് ഞാൻ അവരോടും ചോദിച്ചു. കാര്യം ഞങ്ങൾ ചോദിച്ച കാര്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചാണ് ഈ ബ്ലീഡിങ് എന്തുകൊണ്ടാണ്, നമ്മളെന്തോ ഇപ്പോൾ ഡോക്ടറെ നമ്മൾ പറ്റിച്ചതല്ലേ. എന്തോ ഭാഗ്യത്തിന് പോസ്റ്റ്മോർട്ടം അത് കൃത്യമായിട്ട് എഴുതി പിറ്റേ ദിവസമാണ് അവനെ അറസ്റ്റ് ചെയ്യുക. അവനെ പിടിച്ചിട്ട് പിറ്റേ ദിവസമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കാര്യം അവനെ അത്രയും നേരം ചോദ്യം ചെയ്യുകയായിരുന്നു. എങ്ങനെയെങ്കിലും മരിക്കണമെന്നുള്ളതായിരുന്നു പ്രാർത്ഥന. അവസാനം ഭയങ്കര ഇതായിപ്പോയി. ആ 7 ദിവസം കൊണ്ട് ശരീരം കാണുന്നത് വേറെ ലെവലായിപ്പോയി. പെൺകുട്ടിയെ കാണുന്ന രീതിയല്ലായിരുന്നു, അവരുടെ രൂപമേ മാറിപ്പോയി. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വൈഫിനെയും എൻ്റെ അമ്മയും കൂടെ മരിക്കുന്നതിൻ്റെ ഇവിടെ ശ്രീകണ്ഠേശ്വരം എന്ന് പറയുന്ന അമ്പലമുണ്ട്. ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൽ ഞാൻ മരിക്കുന്നതിൻ്റെ അന്ന് വൈകുന്നേരം 5 മണിക്ക് ഞാൻ
അമ്മയും അവരെയും കൂടെ പറഞ്ഞു വിട്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അവർ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വിളിച്ചിട്ട് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അമ്മയും അച്ഛനെയും മാറ്റാൻ പറഞ്ഞു. പക്ഷേ എന്നിട്ടും അവരെ മാറ്റാനായിട്ട് കാര്യം വെന്റിലേറ്ററിലാണല്ലോ, 1 മണിക്കൂർ കൂടുതലാവും ഇതാവാനായിട്ട്. ഈ 7 ദിവസവും വെന്റിലേറ്ററിലായിരുന്നു. 7 ദിവസത്തിൽ 1 ദിവസം മാത്രം ഒരു MRI എടുക്കാനായിട്ട് എടുക്കുക. അത് ഭയങ്കരമായിട്ട് ആൾ ബുദ്ധിമുട്ടി. അങ്ങനെ തന്നെ എനിക്ക് മനസ്സിലായി. കാര്യം ഞാനാണ് MRI എടുക്കാനായിട്ട് അകത്ത് റൂമിനകത്ത് 1.5 മണിക്കൂർ എടുത്ത് MRI എടുക്കാൻ. രാവിലെ 8 മണിക്ക് എഴുതി തന്ന MRI എടുത്ത് രാത്രി 1.5 മണിക്ക്. ആ 1.5 മണിക്ക് ഞാൻ കാര്യം നമ്മൾ ഈ ഓക്സിജൻ സിലിണ്ടർ അകത്ത് കയറ്റാൻ പറ്റത്തില്ല, പുറത്തായിരുന്നു. ഈ വെന്റിലേറ്റർ കൊടുക്കുന്നതിൻ്റെ കൂടെ ഈ നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കണം. ഈ പുഷിങ് ഒന്ന് ജസ്റ്റ് നമ്മൾ കൈ ഈ 1.5 മണിക്കൂർ നിൽക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് കൈ കഴക്കുന്ന സമയത്ത് ബോഡി ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ ബോഡി ഇങ്ങനെ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ഫുള്ളായിട്ട് പൊങ്ങിയിട്ട് അതുപോലെ. കാര്യം ഒരു കൈയും കാരം അങ്ങനെ ഒന്നും അല്ല അനക്കുന്നത്. ഈ ഓക്സിജൻ പോകുമ്പോൾ ശരീരം മൊത്തത്തിലാണ് പൊങ്ങുന്നത്. ആദിത്യയുടെ മരണത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇന്ന് 16 ദിവസമായി. ഈ 16 ദിവസമായിട്ട് ഒരു കുടുംബം അനുഭവിക്കുന്ന കണ്ണീരിനെ കുറിച്ച് ആണ് ഇദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ 16 ദിവസമായിട്ട് നമ്മൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടോ ഓടിക്കുന്ന, നമ്മളീ പിടിച്ചിരിക്കുന്ന ഓട്ടോ ഓടിച്ചുകൊണ്ടാണ് അവർ ആ കുടുംബം പുലർത്തുന്നത്. അത് രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നവരെ അധ്വാനിച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത്. അവരുടെ അമ്മയാണെങ്കിലും ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ആ കുട്ടിയെ എങ്ങനെ വളർത്തിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ 4 കെട്ടൊക്കെ ഉള്ള വീടൊക്കെ വെച്ചിട്ട് അതിനകത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ അല്ല ഇവർക്ക് വളർത്താൻ പറ്റുന്നത്. ഒരു കുട്ടി അവളുടേതായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു തൊഴിൽ പോലെ തിരഞ്ഞെടുത്ത് അതിനുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ അവർ തടഞ്ഞില്ല എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റമായിട്ട് നിങ്ങൾ പറയുന്നത്. അതിനകത്ത് ഒരാൾ ഷൂട്ട് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അതെന്തിനാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിക്കേണ്ടി വന്നില്ല. കാരണം അവരുടെ സോഷ്യൽ മീഡിയയെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട്, പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അവർ ചോദിച്ചില്ല. പക്ഷെ അത് ആണ് നമ്മളിപ്പം അവരോട് മുന്നേ ചോദ്യമായിട്ട് നോക്കുന്നത്. അവർ പോയത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ മാത്രം അവർക്ക് സമയം ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് വൈകുന്നവരെ 2 പേര് അധ്വാനിച്ചാൽ മാത്രമേ ഈ കുടുംബം പുലർത്താൻ പറ്റൂ. ഇവരിന്ന് താമസിക്കുന്ന ഈ വീട്, നമ്മൾ കാണുന്ന ഈ ബോഡി ഹാങ് ചെയ്ത വീടെന്ന് പറയുന്നത് വാടക വീടാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ചല്ലേ നമ്മൾ എഴുതുന്നത്. നമ്മൾ നല്ല വീട്ടിലിരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയക്കകത്തൂടെ കമൻ്റായിട്ട് ഇവർക്കെതിരെ നമ്മൾ അമ്പ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് 1 സെക്കൻഡ് നമ്മൾ ഇത്രയുള്ള കുഞ്ഞായാലും ഇപ്പോൾ ഒരു പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പെങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ അവരെ എല്ലാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെ ഒരു മരണം സംഭവിച്ച വീട്ടിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും എതിരെ ആക്ഷേപിക്കുന്ന, അവർക്കെതിരെ ചെയ്യുന്ന ശരങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. വളരെ വേദനാജനകമാണ്. ഞങ്ങൾ ഇന്ന് 16 ഞങ്ങളിന്ന് വീട്ടിലേക്ക് പോയി. അവിടുത്തെ അന്തരീക്ഷം നമുക്ക് ഭയങ്കര നെഗറ്റീവ് എഫക്റ്റാണ്. കാരണം അവരുടെ ദുഃഖം അതുപോലെയാണ്. ഇപ്പോഴും അവരുടെ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. ആരുടെയും മുഖത്തൊരു ചിരിയില്ല. ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ ചെയ്തില്ല. കാരണം ഞങ്ങൾക്കത് തോന്നിയില്ല അവിടെ ചെന്നിട്ട്. അതുപോലത്തെ ഒരു അന്തരീക്ഷത്തിലായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇത് അദ്ദേഹത്തിൻ്റെ മോളുടെ ബന്ധുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന പോലെ പറഞ്ഞു തന്നു. അതാണ് ഞങ്ങൾ നിങ്ങൾ മുന്നിൽ വെക്കുന്നത്. നിങ്ങൾ ഇനി വിലയിരുത്തുക. ഇതിനടിയിൽ നിങ്ങൾ കുറേ കമൻറ്റ് ഇടും എന്നറിയാം. ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു മനസ്സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അങ്ങനെ കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.